2 ശമൂവേൽ 2-ാം അധ്യായം. അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലേണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട് ചെല്ലുകയെന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലേണ്ടു എന്ന് ദാവീദ് ചോദിച്ചതിന് ഹെബ്രോനിലേക്ക് എന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഇസ്രായേൽക്കാരത്തെ അഹീനോവും കർമ്മേല്യൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ 2 ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു. ദാവീദ് തന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി. അവർ ഹെബ്രോന്യ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഗിലെയാദിലെ യാബേശ് നിവാസികളായിരുന്നു ശൗലിനെ അടക്കം ചെയ്തത് എന്ന് ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ഗിലെയാദിലെ യാബേശ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ യജമാനായ ശൗലിനോട് ഇങ്ങനെ ദയ കാണിച്ച് അവനെ അടക്കം ചെയ്യുക കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. യഹോവ നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട ശൂരന്മാരായിരിപ്പേ. നിങ്ങളുടെ യജമാനായ ശൗൽ മരിച്ചുപോയല്ലോ. യഹൂദ ഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ ശൗലിന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നർ ശൗലിന്റെ മകനായ ഈഷ്ബോശേത്തിനെ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനെ ഗിലെയാദ്, അശൂരി, ഇസ്രയേൽ, എഫ്രയീം, ബെന്യാമീൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേല്യർക്കും രാജാവാക്കി. ശൗലിന്റെ മകനായ ഈഷ്ബോശേത്ത് ഇസ്രായേലിൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം വാണു. യഹൂദ ഗൃഹമോ ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് ഹെബ്രോനിൽ യഹൂദ ഗൃഹത്തിന് രാജാവായിരുന്ന കാലം 7 സംവത്സരവും 6 മാസവും തന്നെ. നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകനായ ഈഷ്ബോശേത്തിന്റെ ചേവകരും മഹനയീമിൽ നിന്ന് ഗിബിയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിന്റെ ചേവകരും പുറപ്പെട്ട് ഗിബിയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റവർ കുളത്തിന്റെ അപ്പുറത്തും ഇരുന്നു. അബ്നേർ യോവാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുൻപാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമീന്യരുടെയും ശൗലിന്റെ മകനായ ഈഷ്ബോശേത്തിന്റെയും ഭാഗത്തുനിന്ന് 12 പേരും ദാവീദിന്റെ ചേവകരിൽ 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റ് തമ്മിൽ അടുത്തു. ഓരോരുത്തൻ താന്റെ എതിരാളിയെ മുടിക്ക് പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ചു വീണു. അതുകൊണ്ട് ഗിബിയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂരീം എന്ന് പേരായി. അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി. അബ്നേരും ഇസ്രായേലിലും ദാവീദിന്റെ ചേവകരോട് തോറ്റുപോയി. അവിടെ യോവാബ്, അബീശായി, അസാഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും ഉണ്ടായിരുന്നു. അസാഹേൽ കാട്ടുകലയെ പോലെ ശീഘ്രകാമി ആയിരുന്നു. അസാഹേൽ അബ്നേരിനെ പിന്തുടർന്നു. അബ്നേരിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. അബ്നേർ പുറകോട്ട് നോക്കി. നീ അസാഹേലോ എന്ന് ചോദിച്ചതിന് അതെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുത്തനെ പിടിച്ച് അവന്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എങ്കിലും അസാഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല. അബ്നേർ അസാഹേലിനോട്, എന്നെ വിട്ടുപോക, ഞാൻ നിന്നെ വെട്ടി വീഴിക്കുന്നത് എന്തിന്? പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറഞ്ഞു. എന്നറിയും വിട്ടുമാറുവാൻ അവന് മനസ്സായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പുറകോട്ട് വയറ്റത്ത് കുത്തി. കുന്തം മറുവശത്ത് പുറപ്പെട്ടു. അവൻ അവിടെ തന്നെ വീണ് മരിച്ചു. അസാഹേൽ മരിച്ചു കിടന്നിടത്ത് വന്നവരൊക്കെയും നിന്നുപോയി. യോവാബും അബീശായിയും അബ്നേരിനെ പിന്തുടർന്നു. അവർ ഗിബിയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗീഹിന്റെ മുൻപിലുള്ള അമ്മ കുന്നിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ബെന്യാമീന്യർ അബ്നേരിന്റെ അടുക്കൽ ഒരേ കൂട്ടമായി കൂടി ഒരു കുന്നിൻ മുകളിൽ നിന്നു. അപ്പോൾ അബ്നേർ യോവാബിനോട്, വാൾ എന്നും സംഹരിച്ചുകൊണ്ടിരിക്കണമോ? ഒടുവിൽ കൈക്കുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ?
സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കും എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് യോവാബ്, ദൈവത്താണ്, നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ യോവാബ് കാഹളം ഊതിച്ചു. ജനമൊക്കെയും നിന്നു. ഇസ്രായേലിനെ പിന്തുടർന്നില്ല, പൊരുതതുമില്ല. അബ്നേരും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവനും അരാബായിൽ കൂടി കടന്ന് യോർദാൻ കടന്ന് ബിത്രോനിൽ കൂടി ചെന്ന് മഹനയീമിൽ എത്തി. യോവാബും അബ്നേരിനെ പിന്തുടരുന്നത് വിട്ട് മടങ്ങി. ജനത്തെ ഒക്കെ ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദാവീദിന്റെ ചേവകരിൽ 19 പേരും അസാഹേലും ഇല്ലായിരുന്നു. എന്നാൽ ദാവീദിന്റെ ചേവകർ ബെന്യാമീന്യരെയും അബ്നേരിന്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ 360 പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു. അസാഹേലിനെ അവർ എടുത്ത് ബേത്ലഹേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും അവന്റെ ആളുകളും രാത്രി മുഴുവനും നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിൽ എത്തി.